ഹലോ ഗൈസ്, ഞങ്ങൾ ഈ മാറ്റി ഒരുങ്ങി പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ കക്കാടംപുഴേക്കാണ് കേട്ടോ. യാതൊരു പ്ലാനിങ്ങും ഉണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ ഒരു ഉച്ച കഴിഞ്ഞ് ഒരു 4 മണി 4:30 കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ അങ്ങനെ മുടിയൊക്കെ കാക്കോ ചെയ്യുന്നുണ്ട്. പിന്നെ പെരേന്ന് കുറച്ച് സ്റ്റെപ്പ് ഇറങ്ങാണ്ട് കേട്ടോ റോട്ടിലേക്ക് എത്താൻ. അങ്ങനെ ഞാനതൊക്കെ ഇറങ്ങി തെറ്റിയിട്ടാട്ടോ ഉള്ളത്. അതിനെക്കൊണ്ടാണ് അത്ര ഒരു തെളിച്ചല്ലാത്ത മുഖത്തിന്. പിന്നെ അങ്ങനെയൊക്കെ വണ്ടിയിലിരുന്ന് നമ്മൾ ഓരോന്ന് ഇങ്ങനെ ചൊറിഞ്ഞാൽ മുണ്ടുമല്ലോ. അങ്ങനെ കണ്ടോ, ഗൗരവത്തിലാണ് ആൾ. എന്നാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു, തെറ്റിയതായിട്ടുള്ളതൊന്നും ഉണ്ടായില്ല. കണ്ടോ, ഫുള്ള് പുച്ഛിക്കുന്നു, എന്നോട് മുണ്ടുന്നൊന്നുമില്ല കേട്ടോ. ക്യാമറയ്ക്കും നോക്കുന്നില്ല, ഭയങ്കര പുച്ഛം. നമ്മൾ പിന്നെ കുഴപ്പമില്ല, നമ്മൾ പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോവും. അങ്ങനെ ഓരോന്ന് പറഞ്ഞു ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. എന്തെന്ന് ആരെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് പോകണ്ടല്ലോ എന്നുള്ള ഇതിൽ കേട്ടോ. എന്നിട്ട് അങ്ങനെ ഓരോരോ എന്നിട്ട് പറയുന്നുണ്ട് എന്നെ കൊല്ലാൻ കൊണ്ടുപോവുകയാണെന്നൊക്കെ. അങ്ങനെ പിന്നെ ഇങ്ങനെ പോകുന്ന വഴിക്കത്തെ കാഴ്ചകളാണ് ഇതൊക്കെ. വെള്ളം കയറിയിട്ടും അങ്ങനെ ഇടിഞ്ഞിട്ടും ഒക്കെ കേട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയ വഴി കൂടിയല്ല ഈ പ്രാവശ്യം. ഈ കുളമൊക്കെ കണ്ടിരുന്നു, നല്ല രസമുണ്ട് ഈ കുളം കാണാനും. അപ്പോൾ ഞങ്ങളതിന് പറയാം കേട്ടോ, ഇത് തിരിച്ച് വരുമ്പോൾ ഇവിടെ നേരത്തെ ഇറങ്ങുകയാണെങ്കിൽ വരണമെന്ന്. പക്ഷെ ഞാൻ അറിയില്ലേന്നു ഇരുണ്ടിയിട്ടാണ് നമ്മൾ എത്തുള്ളൂ എന്നുള്ളത്. അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് മിണ്ടുന്നില്ല കേട്ടോ ആൾ ഇപ്പോൾ റെഡിക്ക്. എന്നാലും എന്തെന്നതാ ഇടയ്ക്ക് കണ്ടോ ഇങ്ങനെയൊക്കെ നോക്കി. നമ്മൾ സോപ്പ് ഇട്ടാൽ ഇതാക്കട്ടെ. ഞാൻ മുന്നേക്ക് ഇങ്ങനെ ക്യാമറ ഒക്കെ നോക്കിയപ്പോൾ ഇങ്ങനെ ആക്കിയപ്പോൾ അണ്ണാക്ക് കയറ്റിക്കാളെന്നൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ അത് ഇടും തന്നെ. അതേപോലെ തന്നെ കൈസിനെ ഇട്ടിരിക്കുന്നു വീഡിയോ. അത് കഴിഞ്ഞ് നമ്മൾ കോട്ടൊന്നും ഇട്ടില്ലായിരുന്നു. അപ്പോൾ ഒരു സ്ഥലത്ത് ഇറങ്ങി കോട്ടൊക്കെ ഇട്ട് മഴേൻ്റെ ഒരു ഇത് കണ്ടിട്ടുള്ളൂ. കോട്ടിട്ട അവിടെ നല്ല മഴ പെയ്തിട്ടോ. ഈ വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആണെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും അത്യാവശ്യം നല്ല മഴ പെയ്തിരുന്നു. പിന്നെ അധികം വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല, കാരണം ഫോണിൽ വെള്ളം കയറണ്ടല്ലോ വിചാരിച്ചിട്ട്. അത് കഴിഞ്ഞ് കുറച്ചങ്ങ് എത്തിയപ്പോൾ നല്ല കോടമഞ്ഞ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഫോൺ എടുത്ത് വീഡിയോ എടുത്തു. അപ്പോൾ മഴ കുറച്ചൊന്ന് കുറഞ്ഞിരുന്നു കേട്ടോ. അങ്ങനെ വീഡിയോസും കാര്യങ്ങളും എടുത്ത് റീൽസിലേക്കുള്ളത്. നമുക്ക് പിന്നെ റീൽസ് എപ്പോഴായാലും എടുക്കണമല്ലോ. അങ്ങനെ ഓരോ ഇതൊക്കെ അവിടേക്ക് പോകുന്ന വഴിയാട്ടോ. ഈ റോഡൊന്നും കാണണ്ടാരും, കാരണം ഇതൊക്കെ നല്ല അടിപൊളി റോഡ്. അത് കഴിഞ്ഞിട്ടുള്ള റോഡുകൾ വീഡിയോയിൽ കാണാം. അത്യാവശ്യം കുണ്ടും കുഴിയൊക്കെ ഉള്ള റോഡാട്ടോ. അങ്ങനെ ഓരോന്നും പറഞ്ഞ് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ അങ്ങനെ എടുത്തുകൊണ്ട് കഥയൊക്കെ പറഞ്ഞു പോയി. ഇപ്പം ശരിയായിട്ടോ, ആൾ മുണ്ടാനൊക്കെ തുടങ്ങി. അത് ഞാൻ പിന്നെ അത്ര തന്നെ കുറച്ച് നേരത്തെ ഒരു ഗൗരവം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ ഓക്കെ ആവും പുള്ളി. അത് കഴിഞ്ഞതാ കക്കാടംപുഴേൻ്റെ അടുക്ക് എത്താൻ നേരത്തുള്ളൊരു ചായ കടയാട്ടോ ഇത്. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കാണ് എപ്പോഴും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തിരക്കായിട്ട് അവിടെ കയറിയിട്ടേ ഉണ്ടായില്ല. അങ്ങനെ എന്താ നമുക്ക് ആ മലയാട്ടോ കയറേണ്ടതെന്നൊക്കെ പറഞ്ഞിങ്ങനെ കാണിച്ചിട്ടുണ്ട്. ശരിക്കും ആ മലയൊന്നുമല്ലേന്ന് കയറേണ്ടത്. ആ മലയൊക്കെയാണ് നമ്മൾ സിമ്പിളായി കയറിയിരുന്നു. ഇനി അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു വരുന്നവരുണ്ട്. ഒരു KSRTC ഒക്കെ വരുന്നു. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ KSRTC ഒക്കെ കാണുമ്പോൾ എൻ്റെ അവിടെ ഇനി വീടുകളൊക്കെ ഉണ്ടോയെന്ന്. നമ്മൾ ഒരു വട്ടം പോയിട്ടുണ്ടെങ്കിലും അങ്ങനെ ഒന്നും ശ്രദ്ധിച്ചിട്ടൊന്നുമില്ലെന്നു. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് പോയൊക്കെയപ്പോൾ ഇഷ്ടംപോലെ വീടും ഹോം സ്റ്റേയും മറ്റേതും മറിച്ചെന്ന് പറഞ്ഞിട്ട് റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് മേലോട്ട് വണ്ടി കയറ്റാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അവിടുന്ന് ഇതാട്ടോ ഈ വഴിയാണ് കയറേണ്ടത്. ഇതൊക്കെ വലിയ വലിയ കയറ്റങ്ങളായിരുന്നു. അങ്ങനെ നമ്മൾ മലയ്ക്ക് കയറി കയറി കഴിഞ്ഞ് ഞാൻ കയറുന്ന വീഡിയോസൊന്നും എടുത്തില്ല, കാരണം നല്ലോണം കുഴങ്ങിപ്പോയിരുന്നു കേട്ടോ. അത്രയും വലിയ വലിയ കയറ്റങ്ങളാണ്. കാക്കൂനൊരു കൂസലുമില്ല, അത് നോക്കണ്ടേ. ഞാൻ പിന്നെ കുറച്ച് നേരം അവിടെ അങ്ങ് നിന്ന്. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, മഴ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ കാറ്റ് പിടിച്ചാൽ കിട്ടാത്ത കാറ്റായിരുന്നു കേട്ടോ. കാക്കൂനെ റീൽസ് എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നു. അങ്ങനെ പിന്നെ അത് എല്ലാം കുറച്ച് നോക്കിയായപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ അങ്ങനെ ജസ്റ്റ് വീഡിയോ എടുക്കാൻ എത്രത്തോളം കാറ്റുണ്ടെന്ന് അറിയാൻ വേണ്ടി അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഷാൾ വരെ തലയിൽ നിൽക്കില്ല. നമ്മൾ ഈ മലയാട്ടോ കയറിയത്, ഇത് പിന്നെ ഇറങ്ങാൻ നിൽക്കുകയാണ്. കയറിയത് എടുത്തില്ലെങ്കിലും ഇറങ്ങാൻ നിന്നപ്പോൾ ഞാൻ എടുക്കാൻ വിചാരിച്ച് അറിയണമല്ലോ എത്രത്തോളം. ഈ മലയാണ് നമ്മൾ കയറിയത്. നല്ലോണം സ്ലിപ്പാവുന്ന മലയാട്ടോ. മഴ പെയ്താൽ സീന. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങാൻ നേരത്ത് കാലൊക്കെ കഴുകാൻ അവിടെ ഒരു നല്ല ക്ലീനായൊരു വെള്ളം വരുന്ന സ്ഥലമുണ്ട്. അത് പോലും കഴുകിനെ കൊണ്ടാണ് ഇത്ര ചളിയൊക്കെ. അങ്ങനെ അത്യാവശ്യം നല്ല ക്ലീനായ വെള്ളം കേട്ടോ. അതിൽ കാലൊക്കെ കഴുകി, കാലൊക്കെ ഫുള്ള് ചളിയുന്നു. അങ്ങനെ കാക്കു പറയുന്നുണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല, കണ്ട ആരോഗ്യ സത്യം കേട്ടോ. കാക്കു എൻ്റെ മെന്നും കൂടി വലിച്ച് കൊണ്ടുപോയിക്കുന്നതാണ്. ഇങ്ങനത്തെ അപാരമായ കയറ്റങ്ങളായിരുന്നു കേട്ടോ അവിടെ. അതിങ്ങനെ കയറി ഇറങ്ങുമ്പോൾ പിന്നെ നമുക്ക് പ്രശ്നമില്ലല്ലോ. പിന്നെ അങ്ങനത്തെ കൂടെ വരുമ്പോൾ ആദ്യമായിട്ടോ പന്നീനെ കാണുന്നത്. നമ്മൾ കാട്ടുപന്നീനെ കണ്ടിട്ടുണ്ടെങ്കിലും റോസ് പന്നികളില്ലേ, അതിന് ആദ്യമായിട്ടാട്ടോ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്.
കണ്ടതിൻ്റെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ചായ കുടിക്കാൻ ഈ കടയിൽ എപ്പോഴും തിരക്കേക്കാരം. നമ്മളെന്തോ ഭാഗ്യത്തിന് ചായ കഴിഞ്ഞ് പാൽ കഴിഞ്ഞിരുന്നു, അതിനെ കൊണ്ടാണ് തോന്നുന്നത്. അപ്പോൾ തന്നെ പാൽ കൊണ്ടുവന്ന്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മെമ്മറീസ് കയറിയിട്ടോ തിരിച്ച് അരീക്കോട് എത്തി. ഇതിൻ്റെ ഇടയ്ക്ക് മൂത്തച്ചി ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ താത്താനെയും കണ്ട് കുട്ടീനെയൊക്കെ കണ്ടിട്ടാട്ടോ ഞങ്ങൾ ആ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അങ്ങനെ അവിടെ കയറി 2 3 അവിടെ ഇരുന്ന് ഇങ്ങനെ ഐസ് തിന്നു പോട്ടെ. മെമ്മറീസ് പറഞ്ഞാൽ അരീക്കോട് എന്നല്ല, അവിടെ ഫേമസ് ആയൊരു കടയാണ്. അത് ഞങ്ങളിങ്ങനെ ഇടവണ്ണയ്ക്ക് പോവാട്ടോ. എന്താ ഫുഡ് കഴിക്കേണ്ടത് ലേറ്റായിട്ട് മതി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ലാസ്റ്റ് നമ്മൾ ഇടവണ്ണയിൽ പോകാൻ തീരുമാനിച്ചു ഫുഡ് കഴിക്കാൻ. നമുക്ക് പിന്നെ എപ്പോൾ പോയാലും കുഴിമന്തി അവിടേക്ക് തന്നെ എത്തി. ലാസ്റ്റ് പുറത്ത് പോയാൽ ഞങ്ങൾ ദേശീയ ഭക്ഷണം കുഴിമന്തിയായി മാറും. അങ്ങനെ അത് കഴിക്കാൻ വേണ്ടി കയറിയിട്ടോ. പിന്നെ അതിൻ്റെ വാഷ്റൂമിൽ കയറിയപ്പോൾ അവിടുത്തെ മിറർ നല്ല രസമുണ്ടായിരുന്നു. അപ്പം ജസ്റ്റ് വെറുതെ ഷോ ഇടാൻ വേണ്ടി മാത്രം വീഡിയോ എടുക്കുക. അത് കഴിഞ്ഞാൽ അവിടെ അത്യാവശ്യം നല്ല വൃത്തിയും എല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയപ്പോൾ കുറച്ച് ആൾക്കാരായിരുന്നു കേട്ടോ, പക്ഷെ ഇറങ്ങാൻ നേരത്ത് നല്ലോണം ആൾക്കാരുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഓരോന്ന് വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ ഫുഡിന്. അങ്ങനെ യെസ് ഗ്യാസ് നമ്മളെ ഫുഡ് എത്തി. പെരി ആട്ടോ പറഞ്ഞത്. കുഴപ്പമൊന്നുമില്ല, നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എത്തിയിട്ട്. അപ്പോൾ ഓക്കെ, ബൈ ഓൾ.